അച്ഛന്റെ ഫ്രണ്ട്. ആ ബേബി വാ ഇരിക്ക്. ഒന്നും പറയണ്ട ശശിയേട്ടാ, ആകെ ജീവിതം മടുത്തു എന്ന് പറഞ്ഞാ മതിയല്ലോ. കല്യാണമൊന്നും ശരിയാവാത്തതിന്റെയാണോ? അതേനെ, എല്ലാ ഞായറാഴ്ചയും ഒരു 5 പെണ്ണ് കാണലെങ്കിലും ഉണ്ടാവും. ഒന്നുകിൽ പെണ്ണിന് എനിക്ക് ഇഷ്ടാവും, അപ്പൊ ജാതകം നോക്കില്ല. അപ്പൊ ജാതകം ഒത്താലോ? പെണ്ണിന് എന്നെ നോക്കില്ല. പെണ്ണന്വേഷിച്ച് ഓടി ഓടി മടുത്ത് ചേട്ടാ. റൺ ബേബി റൺ. കളിയാക്കാത്തടാ തിന്റു. അല്ല ചേട്ടാ, നിങ്ങളുടെ അമ്മാവന്റെ മകളുണ്ടല്ലോ, ഒരു വെളുത്ത് മെലിഞ്ഞ കൊച്ച്. ഒരു ദിവസം ഞാൻ അമ്പലത്തിൽ വെച്ച് കണ്ടിരുന്നു. അവളെ ഒന്ന് ആലോചിച്ചാലോ ചേട്ടാ? അയ്യോ, അവൾക്ക് ഇപ്പോൾ കല്യാണം ശരിയാവില്ലടാ. അതെന്ത് പറ്റി? അവൾ പഠിച്ചുകൊണ്ടിരിക്കില്ലടാ ബേബി. അത് സാരമില്ല ചേട്ടാ, അവള് പഠിച്ചോട്ടെ. ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞ് വരാം. പഠിച്ചു തീർന്നാൽ നമുക്ക് നടത്താലോ. നിനക്കെന്താടാ വട്ടാണോ? അവളുടെ കോഴ്സ് കഴിയട്ടടാ. ചേട്ടൻ പത്രത്തിൽ ഒരു പരസ്യം കൊടു. തന്റേതല്ലാത്ത കാരണത്താൽ ജോലിയൊന്നുമില്ലാതെ കറങ്ങി നടക്കുന്ന ബേബിക്കുട്ടന് പെണ്ണ് വേണമെന്ന് പെട്ടെന്ന് കിട്ടും. ടിന്റു, ചുമ്മാ കളിയാക്കാതെ. ദേ ഇവിടെ വെളിച്ചെണ്ണ തീർന്നു. ഇത്ര നേരത്തെ കടയൊന്നും തുറക്കില്ലടി. ആ വളവിലെ മൊയ്തുക്കാന്റെ കട രാവിലെ തന്നെ തുറക്കും. അവിടെ പോയാ മതിയടാ. ടിന്റു, നീ മൊയ്തുക്കാന്റെ കടയിൽ പോയി അല്പം എണ്ണ വാങ്ങിക്കൊണ്ടുവാ. ഞാനില്ല, അയാൾക്ക് എന്നോട് ഭയങ്കര ദേഷ്യമാണെന്നേ. നിന്നോടല്ലേ ദേഷ്യം? എന്നോട് ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാ. നീ പറഞ്ഞ പോലെ പോയി വാങ്ങിവാ. എനിക്ക് അയാൾ തരില്ല, അത് ഉറപ്പാ. നീ ഒരു കാര്യം ചെയ്യ്, നേരെ അയാളുടെ കടയിൽ ചെല്ലുക. ഒരു 500 വെളിച്ചെണ്ണ എന്ന് പറയുക, അയാൾ അത് എടുത്തു തരും. അയാൾ ആർക്കാന്ന് ചോദിക്കും. അതാ ഞാൻ പറഞ്ഞത്, നിനക്കല്ല എണ്ണ, നിന്റെ അച്ഛനാണെന്ന് പറഞ്ഞാ മതി. ആ മൊയ്തു എന്നെ തല്ലി അച്ഛാ. എന്തിന്? അയാൾ ചോദിച്ചു എണ്ണ ആർക്കാണെന്ന്. ഞാൻ പറഞ്ഞു എനിക്കല്ല, നിന്റെ അച്ഛനാണെന്ന്.